എന്തുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ കഠിനമായ ചൂട് അനുഭവപ്പെടുന്നു? ഇതിന്റെ പിന്നിലെ ശാസ്ത്രം നമുക്കൊന്ന് നോക്കാം. ചൂട് കൂടാൻ പ്രധാന കാരണം ഭൂമിയുടെ 23 ഡിഗ്രി ചെരിഞ്ഞുകൊണ്ടുള്ള നിൽപ്പാണ്. ഈ ചെരിവ് വളരെ കൃത്യമാണ്. ശാസ്ത്രീയമായി ഇതിനെ ആക്സിയൽ ടിൽറ്റ് എന്ന് വിളിക്കും. ഭൂമി നേരെ നിൽക്കുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് എപ്പോഴും ഒരു കാലാവസ്ഥയായിരിക്കും. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിലെത്തുന്നു. കേരളം ഭൂമധ്യരേഖയ്ക്ക് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ടാണ് ഈ മാസങ്ങളിൽ സൂര്യരശ്മികൾ നമ്മുടെ തലക്ക് മീതെ നേരെ പതിക്കുന്നത്. ഇതാണ് കഠിനമായ വേനലുണ്ടാകാൻ കാരണം. ഭൂമിയുടെ ഈ ചെരിവാണ് ഭൂമിയിൽ വ്യത്യസ്തമായ കാലാവസ്ഥകൾ ഉണ്ടാക്കുന്നത്. ഈ കാലാവസ്ഥാ മാറ്റങ്ങളാണ് സസ്യങ്ങളെയും മനുഷ്യരെയും ജീവജാലങ്ങളെയും നിലനിർത്തുന്നത്. വിത്തുകൾ മുളക്കാനും പഴങ്ങൾ പഴുക്കാനും ധാന്യങ്ങൾ വിളയാനും ഈ മാറ്റങ്ങൾ വളരെ അത്യാവശ്യമാണ്. സൂക്ഷ്മജീവികൾ മുതൽ മനുഷ്യർ വരെ ഓരോ കാലാവസ്ഥക്കും അനുസരിച്ചാണ് ജീവിക്കുന്നത്. ഭൂമി സ്വയം കറങ്ങുന്നത് കൊണ്ടാണ് നമുക്ക് രാവും പകലും ഉണ്ടാകുന്നത്. ഈ കറക്കമില്ലായിരുന്നെങ്കിൽ ഭൂമിയുടെ ഒരു വശം സൂര്യനെ നോക്കി നിൽക്കുകയും ആ വശം വളരെ ചൂടാകുകയും മറുവശം സൂര്യപ്രകാശം ലഭിക്കാതെ തണുത്തുറഞ്ഞു പോകുകയും ചെയ്യുമായിരുന്നു. ഈ മാസങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസം വലിയൊരു അനുഗ്രഹത്തിന്റെ തുടക്കമാണ്. കഠിനമായ ചൂടിൽ കടൽ വെള്ളം നീരാവിയായി മുകളിലേക്ക് ഉയരുന്നു. ഈ നീരാവിയാണ് അന്തരീക്ഷത്തിൽ മേഘങ്ങളായി മാറുന്നത്. ഇപ്പോൾ സംഭവിക്കുന്ന ഈ വലിയ മാറ്റങ്ങളാണ് പിന്നീട് നമുക്ക് വലിയ മഴയായി ലഭിക്കുന്നത്. ചൂട് കൂടാൻ മറ്റൊരു കാരണം അറബിക്കടലിൽ നിന്നുള്ള കാറ്റ് ഈ വർഷം താരതമ്യേന കുറവായിരുന്നു. ഭൂമിയുടെ താപനില നിയന്ത്രിക്കാൻ കാറ്റ് വലിയ പങ്ക് വഹിക്കുന്നു. ഈ കാറ്റാണ് മേഘങ്ങളെ കരയിലേക്ക് ചുമന്നു കൊണ്ടുവരുന്നത്. ആ കാറ്റിലൂടെയാണ് പ്രകൃതി അതിന്റെ ചൂട് ബാലൻസ് ചെയ്യുന്നത്. ഭൂമി ഉണ്ടായ കാലം മുതൽ ഈ പ്രക്രിയ കൃത്യമായി നടക്കുന്നു. ഈ മാറ്റങ്ങൾ കൃത്യമായി സംഭവിക്കുന്നത് പിന്നിൽ കൃത്യമായൊരു പ്ലാനിംഗ് ഉള്ളത് കൊണ്ടാണ്. നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഈ ചെറിയ പ്രയാസം നമ്മുടെ തന്നെ ഗുണത്തിനാണ്.